Welcome to another episode of Stay Joiner. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിന് ഒരു 3-4 ദിവസം മുമ്പാണ് നമ്മൾ ട്രീ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. എല്ലാ വർഷവും നമ്മളൊരു 1 വീക്ക് മുമ്പൊക്കെ തന്നെ ട്രീ അല്ലെങ്കിലും യൂഷ്വലി ഇടാറുള്ളൂ. ഇവിടെയുള്ളവരൊക്കെ ഒരു നവംബർ പകുതി ആകുമ്പോഴേക്കും ട്രീയും കാര്യങ്ങളും വീടൊക്കെ സെറ്റ് ചെയ്ത് ക്രിസ്മസിന് വെയിറ്റ് ചെയ്തിരിക്കും. നമ്മളെന്തായാലും നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇന്നൊന്ന് റെഡിയാക്കാനായിട്ട് പോവാണ്. നമുക്കിവിടെ 2 സ്റ്റോർ റൂമാണുള്ളത്. അതിലൊരെണ്ണത്തിലാണ് നമ്മുടെ ഈ ട്രീ വെച്ചിട്ടുള്ളത്. നമ്മളിവിടെ വന്ന വർഷം, അതായത് 2022 നമ്മൾ ഈ ഒരു ട്രീ വാങ്ങിക്കുന്നത്. നമ്മളിത് 3ാമത്തെ വർഷമാണ് ഇവിടെ അപ്പം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ട്രീയിലേക്ക് ഇടാനായിട്ട് കുറച്ചും കൂടിയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് കരുതി നമ്മൾ ചുമ്മാ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഒരുപാട് ഐറ്റംസ് ഇവിടുത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സും അങ്ങനെ അഡീഷണൽ കുറച്ച് സാധനങ്ങളും പർച്ചേസ് ചെയ്ത് നമ്മൾ ട്രീമിലേക്കുള്ള ഡെക്കറേഷൻ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ മാസ്ക് വെച്ചിട്ടാണ് കേട്ടോ ട്രീ എപ്പോഴും ചെയ്യുക. നമ്മൾ ഡസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലെ ട്രീ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിലും എപ്പോഴും നമ്മുടെ ഇവിടെ മാസ്ക് സ്റ്റോക്കാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്ത് പരിപാടി നമ്മൾ ചെയ്യുകയാണെങ്കിലും മാസ്ക് മുഖ്യം ബിഗിലേ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു റൂള്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രീമിലേക്കുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് ട്രീ ഡെക്കറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ട്രീ ഡെക്കറേഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ സെറ്റായി. ഈ ഒരു പരിപാടിയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ക്രിസ്മസിലേക്ക് കടക്കാനായിട്ട്. ഇത് ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ക്രിസ്മസ് ഈ ഒരു ഫീൽ വരാം. ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു എന്ന് വിചാരിക്കണം. നമ്മളിപ്പോൾ പള്ളിയിലേക്ക് പോകാൻ പോവാണ്. ഏകദേശം സമയം 8 മണി ആയിട്ടുണ്ട്. പക്ഷെ കാര്യമായ വെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ രീതിയിൽ ഇട്ടിട്ട് തന്നെയാണ്. എന്നാലും നമുക്ക് പള്ളിയിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് വരാമെന്ന് കരുതി. ഈ ഒരു ടൈമിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം കുർബാനയുടെ സമയമല്ല, അപ്പം നമ്മൾ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് കരുതി. അപ്പം നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, നമ്മുടെ സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ക്രിസ്മസ് വിശേഷങ്ങളായിട്ട് നമ്മൾ പള്ളിയിൽ പോയി വന്നിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് നോക്കാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ്. വിന്റർ ആയി കഴിഞ്ഞാൽ 8 മണിയാണെങ്കിലും 8:30 ഇവിടെ ഇരുട്ട് തന്നെയാണ് കേട്ടോ. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് ശരിക്കും ഒരു വെളിച്ചം ഒന്ന് വന്നു തുടങ്ങുക. ഇപ്പം നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഇരുട്ടിൻ്റെ കാഠിന്യവും കുറച്ച് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത്തവണ എന്താണെന്നറിയില്ല, നല്ലപോലെ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പള്ളിയിൽ നിന്ന് ആരുണ്ടായിരുന്നില്ല, ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേ സമയം നമ്മൾ പള്ളിയിലിരുന്ന് സമാധാനമായിട്ട് പ്രാർത്ഥിച്ചു. നമ്മുടെ ഡെറിയിലുള്ള കാത്തലിക് ചർച്ചാണിത്. നമ്മൾ കുർബാനയ്ക്ക് പോകുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ഇവിടെയാണ്. ക്രിസ്മസിൻ്റെയും ഈസ്റ്ററിൻ്റെ ഒക്കെ സമയത്ത് ഇതുപോലെ പള്ളിയിൽ പോകുമ്പം എപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പള്ളിയും കുർബാനയും കാരോൾ സോങ്സും അതൊക്കെയാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ സിറ്റിയിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി, നമ്മുടെ സിറ്റി സെൻറ്ററിലുള്ള ട്രീ ആണത്. അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്തി ചുമ്മാ ഒരു സമാധാനത്തിന് എവറി ഇയർ നമ്മൾ ചെയ്യാറുള്ളതാണ്. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതിന് മുമ്പ് ട്രീ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടന്ന് ചെറിയ ചെറിയ മിനുക്ക് പരിപാടികളൊക്കെ നടക്കുന്നത് എൻ്റെ സ്ഥിരം പരിപാടിയാണ്. അപ്പം ഇത്തവണയും നമ്മളത് വെറുതെ വിട്ടു. അതിനുശേഷമാണ് നമ്മുടെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് വന്നത്. നല്ല അപ്പവും ബീഫ് കറിയൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അടിപൊളിയായിരുന്നു. നമുക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷനും ഒരു സമാധാനവും സന്തോഷമൊക്കെ തരുന്നതാണ്. ഓൾവേസ് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും ഞങ്ങൾ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല, ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ സമാധാനമായിട്ട് ഒരു മൂവിയൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചത്. എത്ര തണുപ്പാണെങ്കിലും നമുക്ക് തീരെ ഫിസിക്കലി ഇഷ്ടപ്പെടാത്തൊരു ക്ലൈമറ്റ് ആണെങ്കിലും ക്രിസ്മസ് മോർണിംഗ്സ് ആർ ഓൾവേസ് സ്പെഷ്യൽ. ക്രിസ്മസ് ഈവ് ആണെങ്കിലും ക്രിസ്മസ് മോർണിംഗിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. നല്ല ഫ്രഷ്ലി ബ്രൂഡ് ആയിട്ടുള്ള കോഫിയും പിന്നെ അപ്പവും അല്ലെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ ആണെങ്കിലും നമ്മൾ ഹാപ്പിയാണ്.
അപ്പോൾ എല്ലാവർക്കും എക്സ്ട്രാ സ്പെഷ്യലായിട്ടുള്ള ക്രിസ്മസ് മോർണിംഗ്സ് തന്നെ ഉണ്ടായെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അപ്പം ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഡാർക്ക് ഹെഡ്ജസിലേക്ക്. ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും എത്ര തവണ പോയാലും നമുക്ക് മടുക്കാത്തൊരു പ്ലേസ് തന്നെയാണ് ഡാർക്ക് ഹെഡ്ജസ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ട്രീസ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് ഈ ഒരു കോസി അറ്റ്മോസ്ഫിയറിൽ കാണാനായിട്ട് ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. ക്രിസ്മസ് ഡേയിൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് ഇവിടെ ക്രിസ്മസ് ഡേയിൽ ഒരു മനുഷ്യനും പുറത്തുണ്ടാവില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പുറത്തുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് ഇവിടെ ഡാർക്ക് ഹെഡ്ജസിൽ വന്നിട്ടുള്ളത്. റോഡിലൊക്കെ ഭയങ്കര തിരക്ക് കുറവായിരുന്നു. ആരും തന്നെ ഉണ്ടായില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഡാർക്ക് ഹെഡ്ജസിൻ്റെ ആ ഒരു ഏരിയയിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഒരു ഭയങ്കര കോസി ആയിട്ടുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു വിൻ്റർ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. നല്ല മിസ്റ്റി മോർണിംഗ് വൈബ്സിൽ ഇതിൽ കൂടി ഇങ്ങനെ നടക്കാനായിട്ട് ഭയങ്കര രസമാണ്. ഞങ്ങളതുകൊണ്ട് സമയം കിട്ടുമ്പോൾ എല്ലാം പോർട്ട് റഷിലോ അല്ലെങ്കിൽ ഡാർക്ക് ഹെഡ്ജസിലോ ആണ് ഞങ്ങൾ പോവാറ്. അതുകൊണ്ട് തന്നെ എത്ര തവണ പോയി എന്നുള്ളതിൽ കണക്കില്ല. അത്രയധികം തവണ നമ്മൾ വന്നിട്ടുള്ള പ്ലേസാണ് ഡാർക്ക് ഹെഡ്ജസ്. ഗെയിം ഓഫ് ത്രോൺസിൽ സീസൺ 2 ഈ ഒരു ഡാർക്ക് ഹെഡ്ജസ് കണ്ടിട്ട് ഈ ഒരു പ്ലേസ് പരിചയമുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ പേരും. കാരണം ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടപ്പം കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഇത് ഗെയിം ഓഫ് ത്രോൺസിലുള്ള ഒരു പ്ലേസ് അല്ലേ എന്ന്. കുറച്ച് ടൈം ഈ ടണൽ പോലെ ഇരിക്കുന്ന ഈ ഒരു ട്വിസ്റ്റഡ് ട്രീസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഞങ്ങൾ ഈ ഒരു ക്രിസ്മസ് ഡേ അങ്ങനെ എൻജോയ് ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് ഒരു ഇയറിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വിൻ്റർ ടൈം തന്നെയാണ്. ക്രിസ്മസ് ആണ് അതിനൊരു മെയിൻ റീസൺ. കാരണം എത്രത്തോളം തണുപ്പുണ്ടെങ്കിലും ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടൈം ആണെങ്കിലും ഈ ഒരു കോസി ക്രിസ്മസി ഫീൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റംസും നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ്. ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു അടിപൊളി ക്രിസ്മസ് എല്ലാവർക്കും ഞങ്ങൾ വിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ചെറിയ ക്രിസ്മസ് സെലിബ്രേഷൻ. പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.